ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിരിക്കുന്നത് കൂർക്ക മെഴുക്കുവരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. നാടൻ കൂർക്കയാണ് കേട്ടോ. ഇത് ഫാം ഗേറ്റ് അന്ന് അയച്ച ആ ഗിഫ്റ്റിൽ കൂടെ ഉള്ളതാണ്. ഇന്ന് നമ്മൾ ഫാം ഗേറ്റിന്റെ ഗീവ് അവേയുടെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്ന ഡേറ്റും കൂടെയാണ്. ആ 5 വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാം. അപ്പൊ നമുക്ക് റെസിപ്പി കാണാം. അപ്പോൾ ഇത് 1/2 കിലോ നാടൻ കൂർക്കയുണ്ട്. ഇത് നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. മണ്ണെല്ലാം പോകണം. ഫ്രഷ് ആയിട്ടുള്ള കൂർക്കയാണെങ്കിൽ കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് തോല് കളഞ്ഞെടുക്കാൻ പറ്റും. പഴകിയ കൂർക്കയാണെങ്കിൽ കുറച്ച് നേരം വെള്ളം ഒഴിച്ചു വെച്ചേക്കുക. 1-2 മണിക്കൂർ വെള്ളം ഒഴിച്ചു വെച്ചിരുന്നാൽ തോല് നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് കളയാൻ പറ്റും. മണ്ണ് പോകുന്നവരെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ഇതാ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തോല് കളഞ്ഞെടുക്കണം. ആദ്യം നമുക്ക് കയ്യിൽ നന്നായിട്ട് എണ്ണ തടവി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കൂർക്കയുടെ കറ കയ്യിലാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഇങ്ങനെ നെറ്റിൻ്റെ ചാക്കുണ്ടെങ്കിൽ അതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉരസി കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് തോല് കളഞ്ഞെടുക്കാൻ പറ്റും. കൂർക്കയുടെ തോല് എങ്ങനെയാണ് പെട്ടെന്ന് കളയാൻ പറ്റുന്നതെന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അത് പിന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഏകദേശം ഒരേ വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ പാനിലോട്ട് ഈ കൂർക്ക ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കൂർക്ക മൂടി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ എത്ര കൂർക്കയാണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ 1/4 ഭാഗം ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതായത് നമ്മളിപ്പോൾ 1 കപ്പ് കൂർക്കയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ 1/4 കപ്പ് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. 1 തണ്ട് കറിവേപ്പില, എരിവിനനുസരിച്ചിട്ട് ചതച്ച മുളക്, ഞാനിപ്പോൾ കുറച്ചേ ചേർക്കുന്നുള്ളൂ, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. കൂർക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് തവി വെച്ചിട്ടൊന്ന് ഉടച്ചു നോക്കിയാൽ മാത്രം മതി. ഇപ്പോൾ വെള്ളം വറ്റിപ്പോയിട്ടും കൂർക്ക വെന്തിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഉപ്പ് നോക്കുക, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം തീ ഓഫ് ചെയ്യാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂർക്ക മെഴുക്കുവരട്ടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഫാം ഗേറ്റ്സിൻ്റെ ഗിവ് അവേ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. അപ്പം ആദ്യത്തെ വിന്നർ വിനി റോസ് ഡേവിസ് അൽക്കൂസിലാണ്. രണ്ടാമത്തെ വിന്നർ ലക്ഷ്മി ശ്രീരാജ് ഡൗൺ ടൗൺ ഹോട്ടൽ. മൂന്നാമത്തെ വിന്നർ അശ്വതി റിജോഷ് അബുദാബി. നാലാമത്തെ വിന്നർ ലിഡിയ ഷിനോജ് അൽവാർക്ക. അഞ്ചാമത്തെ വിന്നർ അജ്മല ഷബീർ റാഷദിയ ദുബായ്. അപ്പോൾ വിന്നേഴ്സിന് എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ഫാം ഗേറ്റ്സ് ഉടനെ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഗിവ് അവേയിൽ പങ്കെടുത്ത എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.